2020 ലോകകപ്പ് വിജയി ആരാണെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് ക്രിക്കറ്റ് ലോകം. അഹമ്മദാബാദ് നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ന് വൈകിട്ട് നടക്കുന്ന ഫൈനലിൽ ഇന്ത്യയും ന്യൂസിലൻഡുമാണ് ഏറ്റുമുട്ടുന്നത്. 2024 സ്വന്തമാക്കിയ T20 കിരീടം സ്വന്തം മണ്ണിൽ നിലനിർത്തുക എന്ന ലക്ഷ്യവുമായാണ് ഇന്ത്യ ഫൈനൽ കളിക്കാൻ ഇറങ്ങുന്നത്. ചരിത്രത്തിലെ ആദ്യ T20 കിരീടമാണ് ന്യൂസിലൻഡ് ഉന്നം വെക്കുന്നത്. ടൂർണമെന്റിലെ രണ്ട് മികച്ച ടീമുകൾ കിരീട പോരാട്ടത്തിനായി ഇറങ്ങുമ്പോൾ അഹമ്മദാബാദിൽ തീ പാറുമെന്ന കാര്യം ഉറപ്പാണ്. ഇപ്പോൾ ഫൈനലിന് മുമ്പേ ഒരു വലിയ പ്രവചനം നടത്തിയിരിക്കുകയാണ് മുൻ ഇന്ത്യൻ താരം ആർ അശ്വിൻ. ഫൈനലിൽ നമ്മുടെ മലയാളി താരം സഞ്ജു സാംസൺ സെഞ്ചുറി നേടുമെന്നാണ് അശ്വിന്റെ പ്രവചനം. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് അശ്വിൻ ഇത് പറഞ്ഞത്. ഈ ലോകകപ്പിൽ സഞ്ജു 3 സെഞ്ചുറികൾ നേടുമെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു. സഞ്ജു ഒരു മത്സരത്തിൽ പുറത്താകാതെ 97 റൺസും മറ്റൊരു മത്സരത്തിൽ 89 റൺസും നേടി. സെഞ്ചുറിക്ക് അടുത്ത് നിൽക്കുന്ന പ്രകടനമാണിത്. അതിനാൽ ഇനി ഒരു സെഞ്ചുറി മതിയെന്നാണ് ഞാൻ കരുതുന്നത്. ഫൈനലിൽ അത് സഞ്ജു നേടുമെന്നും ഞാൻ കരുതുന്നു എന്നാണ് അശ്വിൻ പറഞ്ഞത്. സൂപ്പർ 8-ൽ വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള നിർണായക മത്സരത്തിലാണ് സഞ്ജു 97 റൺസ് നേടി ടീമിനെ വിജയത്തിലേക്ക് എത്തിച്ചത്. 50 പന്തിൽ നിന്നും പുറത്താകാതെ 97 റൺസ് നേടിയാണ് സഞ്ജു ഇന്ത്യയുടെ വിജയശില്പിയായി മാറിയത്. സെമിയിൽ ഇംഗ്ലണ്ടിനെതിരെ 42 പന്തിൽ 89 റൺസാണ് സഞ്ജു നേടിയത്. 7 സിക്സും 8 ഫോറുകളും അടങ്ങുന്നതായിരുന്നു ആ പ്രകടനം. ഈ ലോകകപ്പിൽ കളിച്ച 4 ഇന്നിംഗ്സുകളിൽ നിന്നായി സഞ്ജു അടിച്ചുകൂട്ടിയത് 232 റൺസാണ്. സഞ്ജുവിന്റെ മിന്നുന്ന ഫോം ഫൈനലിലും ആവർത്തിക്കുമോ എന്നാണ് ക്രിക്കറ്റ് ആരാധകരും മലയാളികളും ഉറ്റുനോക്കുന്നത്. ഇന്ന് ലോക ഫൈനലിന് വേദിയാകുന്ന അഹമ്മദാബാദ് നഗരം ലോക ക്രിക്കറ്റിന്റെ ആസ്ഥാനമായി മാറിക്കഴിഞ്ഞു. ഇന്ത്യ ന്യൂസിലൻഡ് പോരാട്ടത്തിന് സാക്ഷ്യം വഹിക്കാൻ ശതകോടീശ്വരന്മാരും പ്രമുഖരും അടക്കം നഗരത്തിലേക്ക് ആളുകൾ ഒഴുകുകയാണ്. നഗരത്തിലെ 6ലധികം ലക്ഷറി ഹോട്ടലുകളിലെ മുറികൾ പൂർണ്ണമായും ബുക്ക് ചെയ്യപ്പെട്ടതായും 70 മുതൽ 80 വരെ സ്വകാര്യ ജെറ്റുകൾ ഇന്ന് അഹമ്മദാബാദിൽ എത്തുമെന്നും ചില റിപ്പോർട്ടുകൾ പറയുന്നു. പ്രത്യേക ട്രെയിനുകൾ എല്ലാം ആരാധകരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ക്രിക്കറ്റ് ആവേശം കൊടുമുടിയിലെത്തിയ അഹമ്മദാബാദ് നഗരത്തിൽ സ്റ്റേഡിയത്തിന് പുറത്തും വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ക്യൂറേറ്റർമാരിൽ നിന്ന് ലഭിക്കുന്ന പുതിയ വിവരങ്ങൾ പ്രകാരം ഇത്തവണത്തെ ഫൈനൽ പിച്ച് കഴിഞ്ഞ തവണത്തേക്കാൾ തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് തയ്യാറാക്കിയിരിക്കുന്നത്. 2023 ഫൈനലിൽ ഇന്ത്യക്ക് തിരിച്ചടിയായ സ്ലോ പിച്ചിന് പകരം ഇത്തവണ 2023 ഫൈനലിൽ ഇന്ത്യക്ക് തിരിച്ചടിയായ സ്ലോ പിച്ചിന് പകരം ഇത്തവണ 70% ചുവന്ന മണ്ണും 30% കറുത്ത മണ്ണും ചേർന്ന ഒരു പിച്ചാണ് തയ്യാറാക്കിയത്. ഈ മാറ്റം നല്ല ബൗൺസും പേസും നൽകുന്നതിനൊപ്പം ബാറ്റിംഗിന് ഏറെ അനുകൂലമായ സാഹചര്യവും ഉണ്ടാക്കും. അഹമ്മദാബാദിലെ പിച്ച് തുടക്കത്തിൽ പേസർമാർക്ക് അല്പം സഹായം ലഭിക്കുമെങ്കിലും മത്സരം പുരോഗമിക്കുന്നതിന് അനുസരിച്ച് എളുപ്പമാകും. ടോസ് ജയിക്കുന്ന ടീം ആദ്യം ഫീൽഡ് ചെയ്യാനാണ് സാധ്യത. കാലാവസ്ഥ റിപ്പോർട്ട് പ്രകാരം അഹമ്മദാബാദിൽ ഇന്ന് പൂർണ്ണമായും വെയിൽ നിറഞ്ഞ ഒരു ദിവസമായിരിക്കും. മഴയുടെ യാതൊരു ഭീഷണിയും ഇല്ലാത്തതിനാൽ തടസ്സങ്ങളില്ലാത്ത ഒരു പൂർണ്ണ മത്സരം ആരാധകർക്ക് പ്രതീക്ഷിക്കാം. ഏതായാലും അഹമ്മദാബാദിലെ 132,000 വരുന്ന കാണികൾക്ക് മുന്നിൽ നടക്കാൻ പോകുന്ന ഈ പോരാട്ടം 2020 ക്രിക്കറ്റിലെ ഏറ്റവും ആവേശകരമായ മത്സരങ്ങളിൽ ഒന്നായിരിക്കുമെന്ന് ഉറപ്പാണ്. ഒരു ഹൈ വോൾട്ടേജ് പോരാട്ടത്തിന് തന്നെയാണ് ഇന്ന് വൈകിട്ട് അഹമ്മദാബാദ് വേദിയാകാൻ പോകുന്നത്.